മിനോക്സിഡിൽ ഉപയോഗിച്ചാൽ മുടി വളരുമോ? മിനോക്സിഡിലിനെ കൊണ്ട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? നമ്മളുടെ ശരീരത്തിലെ ഉദ്ധാരണത്തിന് വല്ല കുറവും സംഭവിക്കുമോ? മിനോക്സിഡിൽ എന്ന മരുന്ന് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ ദോഷമുണ്ടോ? നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ, നിങ്ങളുടെ സ്വന്തം കോസ്മെറ്റിക് സർജൻ. വളരെ സീരിയസ് ആയിട്ട് എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിനോക്സിഡിലിനെ കുറിച്ച്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മിനോക്സിഡിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായ ഒരു മെഡിസിൻ ആണ്. നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലോകത്ത് FDA അപ്രൂവ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിസിനൽ ട്രീറ്റ്മെൻ്റ് ആണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. അത് പല തരത്തിലുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ പല തരത്തിലുള്ള പെർസെൻറ്റേജിൽ അവൈലബിൾ ആണ്. 2.5%, 5%, 10%, 12.5%, ഇപ്പോൾ 15% വരെ അതിൻ്റെ സസ്പെൻഷനിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ മിനോക്സിഡിൽ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഹെയർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് മുടിയെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഏറ്റവും നല്ല മെഡിസിൻ ആണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുടി, അതായത് നമ്മളുടെ തലയിൽ ഒരു മുടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം ദൈർഘ്യം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 വർഷമാണ്. കാലക്രമേണ നമ്മൾ ഏജിങ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, ഈ 7 വർഷമുള്ള ലൈഫ് സ്പാൻ മെല്ലെ മെല്ലെ കുറഞ്ഞിട്ട് ഒരു 4 വർഷമാവുന്നു. നമ്മൾക്കൊരു ഹെയർ ഷെഡിങ് അല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് മെല്ലെ 1.5 വർഷമാവുന്നു, അല്ലെങ്കിൽ 2 വർഷമാവുന്നു. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, മുടിയുടെ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ലൈഫ് സ്പാനിനെ, അതായത് ഈ 7 വർഷമുള്ള ലൈഫ് സ്പാൻ കുറഞ്ഞ് 1.5 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ ആവുന്ന ഈ ലൈഫ് സ്പാനിനെ കൂടുതൽ ദൈർഘ്യമുള്ളതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിനോക്സിഡിലിനെ കൊണ്ടുള്ള എന്തൊക്കെ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. സോ ബേസിക്കലി എല്ലാവർക്കും അറിയേണ്ടത് മിനോക്സിഡിലിന്റെ സൈഡ് എഫക്ട്സിനെയാണ്. സോ മിനോക്സിഡിൽ എന്ന മരുന്നിനുള്ള ബേസിക്കലി പറയാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ചിലവർക്ക് വരുന്ന സ്കിൻ റാഷസ് അല്ലെങ്കിൽ തലയിൽ വരുന്ന റാഷസ് അല്ലെങ്കിൽ ഇച്ചിങ് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ബേണിംഗ് സെൻസേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ മിനോക്സിഡിൽ കാണുന്ന ഒരു പ്രശ്നം. അതായത് ലിക്വിഡ് രൂപത്തിലുണ്ട്, അതുപോലെ ഫോം രൂപത്തിലുണ്ട് എന്നുള്ളതാണ്. സോ ലിക്വിഡ് രൂപത്തിലുള്ള മിനോക്സിഡിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന റാഷസ് അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിക്വിഡ് രൂപം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം രൂപത്തിലുള്ളത് നമ്മൾ പരീക്ഷിക്കണം. നിങ്ങൾ ഫോം രൂപത്തിലുള്ളത് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ലിക്വിഡും ഫോമും ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെറിയ തോതിൽ സ്കിൻ റാഷസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മിനോക്സിഡിൽ ഉണ്ട്. സോ മിനോക്സിഡിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നോൺ ആൽക്കഹോളിക് മിനോക്സിഡിലും ഉണ്ട്. സോ നോൺ ആൽക്കഹോളിക് മിനോക്സിഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റാഷസോ ഒന്നുമില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ധൈര്യസമേതം ഈ മിനോക്സിഡിൽ നോൺ ആൽക്കഹോളിക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ആൽക്കഹോളിക് മീഡിയത്തിലുള്ള മിനോക്സിഡിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള അത് ധൈര്യപൂർവ്വം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി മിനോക്സിഡിലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡെയിലി ചില ട്രൈക്കോളജിസ്റ്റ്, അതായത് മുടിയുടെ വിദഗ്ധന്മാർ പറയുന്നതെന്ന് വെച്ചാൽ ഡെയിലി 2 നേരം രാവിലെയും രാത്രിയും തലയിൽ സ്പ്രേ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി വൺസ് എങ്കിലും മിനോക്സിഡിൽ തലയിൽ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ശാരീരികമായിട്ട് നമ്മളുടെ ഉണർവിനെ, അതായത് നമ്മളെ സെക്ഷുവൽ ഉണർവിനെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. there is a big no. അങ്ങനെ ഒരു സംഭവം മിനോക്സിഡിലിന് ഇല്ല. അത് നിങ്ങൾ തീർത്തും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള സെക്ഷുവൽ ഡിസയറിനോ അല്ലെങ്കിൽ സെക്ഷുവൽ പൊട്ടൻസിനെയോ അല്ലെങ്കിൽ സെക്ഷുവലി നമ്മൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വരാൻ സാധ്യതയില്ല. അത് സയന്റിഫിക്കലി പ്രൂവണുമല്ല, ഒരാൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. സോ ബേസിക്കലി മിനോക്സിഡിലിനെ വളരെ ധൈര്യസമേതം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൽ വരുന്ന മൂന്നാമതൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചില സമയത്ത് ചിലവർക്ക് വരാവുന്ന ചെറിയ ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ ഡോക്ടർമാരെയാണ് ഉപയോഗിക്കുന്നത്. നോർമൽ ഡോക്ടർ പറയുന്നതിനെയും കാട്ടി നിങ്ങൾ ആധികാരികമായി വിശ്വസിക്കുന്നത് ഒരു ഗൂഗിൾ ഡോക്ടറിനെയാണ്. സോ ഗൂഗിൾ ഡോക്ടർ പറയും മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂടാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെപ്പിറ്റസ് കൂടും എന്നുള്ളതാണ്. സോ ബേസിക്കലി വളരെ 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 വിരളമായിട്ടുള്ള, അതായത് less than 0.2% മാത്രമേ അത് കണ്ടിട്ടുള്ളൂ
കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസിൽ, ഈ ഒരു 15 കൊല്ലത്തെ പ്രാക്ടീസിൽ എനിക്ക് ഇതുവരെയായിട്ട് ഒരു പേഷ്യൻറ്റിന് പോലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് വളരെ ലീസ്റ്റ് ഓഫ് ദ ലീസ്റ്റ് പ്രോബബിലിറ്റി ആണ്. അതും നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളറൻസ് എന്നാണ്. അതായത് നമ്മളുടെ ഒരു മിനോക്സിഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 2.5% മിനോക്സിഡിലാണ് നിങ്ങൾ അല്ലെങ്കിൽ 2% മിനോക്സിഡിലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് കുറച്ച് കാലം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2% മിനോക്സിഡിലിന്റെ ഒരു എഫക്റ്റ് വീണ്ടും തലയിൽ ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളൊന്നും കാണാൻ തുടങ്ങുന്നില്ല. ബോഡി അതുമായിട്ട് വളരെയധികം യൂസ്ഡ് ആവും എന്നുള്ളതാണ്. സോ അങ്ങനെ യൂസ്ഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങൾ മെല്ലെ അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം എന്നുള്ളതാണ്. അതായത് 2% അല്ലെങ്കിൽ 2.5% നിങ്ങൾ അത് 5%ലോട്ട് മാറ്റുക എന്നുള്ളതാണ്. 5%ലോട്ട് നിങ്ങൾ മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി വീണ്ടും ഒരു പുതിയ നോളജിലോട്ട് പോവാണ്. അത് ചെറിയ തോതിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും നിങ്ങളുടെ മിനോക്സിഡിലിന്റെ ഉപയോഗം നിങ്ങളുടെ ബോഡി വീണ്ടും കൂടുതൽ ഉഷാറായിട്ട് അതിന് റിസൾട്ട് കണ്ടുതരും എന്നുള്ളതാണ്. പിന്നെ 5%ൽ നിന്ന് കുറച്ചു കാലം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഒരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഹയർ പെർസെൻറ്റേജിലോട്ട് പോവാം. പക്ഷേ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2% to 5% ആണ്. 10, 15, 12.5 ഒന്നും ഞാൻ നോർമലി പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ പെർസെൻറ്റേജിൽ കൂടുതൽ റിസൾട്ട് ഒന്നുമില്ല, പക്ഷെ നമ്മളുടെ ടോളറൻസിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മിനോക്സിഡിൽ എന്ന മരുന്നിൽ ഏറ്റവും കാണപ്പെടുന്ന ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബോഡി അതിനൊരു ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ ബേസിക്കലി മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുടിയെ നിലനിർത്തി കൊണ്ടുപോകാനും മുടി വളരാനും ഒരു പരിധി വരെയെങ്കിലും അത് സഹായിക്കും. പക്ഷേ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, വളരെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു മിനോക്സിഡിൽ എന്ന മരുന്നുമായിട്ട് ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആവുന്നു എന്നുള്ളതാണ്. മിനോക്സിഡിലിനെ നമ്മൾ ഒരു കാലം വരെ നമ്മളത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ മിനോക്സിഡിലിനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ മുടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ ബേസിക്കലി ചോദിക്കുകയാണെങ്കിൽ മിനോക്സിഡിലിനെ ഒരു ലോങ് ടേം യൂസേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണം. കാരണം വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് അത് ഒരുപാട് കാലങ്ങളോളം നിങ്ങൾക്ക് മിനോക്സിഡിലിനെ ഒരു ഡെയിലി റൂട്ടീൻ, അതായത് നമ്മളിപ്പോൾ ഒരു കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പൗഡർ ഇടുന്നു അല്ലെങ്കിൽ നമ്മളൊരു പെർഫ്യൂം ഇടുന്നു അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നു എന്നുള്ളത് നമ്മളൊരു ദിനചര്യയാണ്. അതേപോലെയുള്ള ഒരു ദിനചര്യയായിട്ട് മിനോക്സിഡിലിനെ മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളരെ പ്രശ്നങ്ങളില്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് ലോങ് ടേം ആയിട്ട് മിനോക്സിഡിലിനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ മിനോക്സിഡിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ പേഷ്യന്റിന് ചിലവർക്കെങ്കിലും, എല്ലാവർക്കും വേണമെന്നില്ല, ചിലവർക്കെങ്കിലും ഇനീഷ്യലി ആദ്യത്തെ 2 ആഴ്ച മുതൽ 1 മാസം വരെ ചെറിയ തോതിലെങ്കിലും ഹെയർ ഫോൾ അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത് ബോഡി ഓൾറെഡി ഷെഡ് ചെയ്യാൻ റെഡിയായ മുടികളെ ഒന്ന് ഷെഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ആ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തോതിലെങ്കിലും നമ്മുടെ ബോഡി റിസൾട്ട് കാണിക്കാൻ തുടങ്ങും. അതായത് നോർമലി നമ്മുടെ മുടി പഴയ രീതിയിലോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലോട്ട് മുടി വളരാനും മുടി തഴച്ചു വളരാനും, അതായത് മുടി ഹെയർ ഫോളിൽ വളരെയധികം പ്രിവെന്റ് ചെയ്യാനും ഈ മിനോക്സിഡിൽ എന്ന് പറയുന്നത് സാധനം അല്ലെങ്കിൽ മെഡിസിൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ആദ്യം അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അനുഭവപ്പെടുന്ന ഹെയർ ഫോൾ പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് വളരെയധികം ഒരു വാസ്തവമാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഇച്ചിങ്, ബേണിംഗ് സെൻസേഷൻ നിങ്ങൾ എന്തുപയോഗിച്ചാലും ഉണ്ട് എന്നുള്ളതാണെങ്കിൽ യു ആർ നോട്ട് ആൻ ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ മിനോക്സിഡിൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് മിനോക്സിഡിൽ പിന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കിൻ റാഷസ് അല്ലെങ്കിൽ അലർജി അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെഡിസിൻ അത് കണ്ടിന്യൂ ചെയ്യാനാവില്ല, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം, വേറെ എന്തെങ്കിലും ഒരു മാർഗം തുടരണം എന്നുള്ളതാണ്. പിന്നെ മിനോക്സിഡിൽ എന്ന് പറയുന്ന മരുന്ന് ഈവൻ ടാബ്ലറ്റ് രൂപത്തിലും അവൈലബിൾ ആണ്. അത് പക്ഷേ എല്ലാവരും വളരെ കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചാൽ മിനോക്സിഡിന്റെ ലിക്വിഡ് രൂപത്തിലുള്ള മാർഗത്തിലാണ്. സോ മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രഗ് ആണ് മിനോക്സിഡിൽ. സോ വളരെ ഭംഗിയായിട്ട് എത്തിക്കലി, അതായത് നല്ല ഭംഗിയായിട്ട് അതിനെ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് അതൊരു കോൺസ്റ്റന്റ്, അതായത് കുറേ കാലങ്ങൾ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാവും. എന്തെങ്കിലും മിനോക്സിഡിലിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.